ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. മത്തായി 5:5. ഗിരിപ്രഭാഷണത്തിലെ 3-ാമത്തെ ഭാഗ്യവർണ്ണനയാണിത്. ഈ ആധുനിക കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് സൗമ്യത. പുതിയ നിയമത്തിൽ അധികം വിവരണം നൽകാത്ത ഒരു പദമാണ് സൗമ്യത എന്നത്. ഗലാത്യർ 5:22 ആസ്പദമാക്കി വില്യം ബറാക്ലി രേഖപ്പെടുത്തിയിരിക്കുന്നു. സൗമ്യത എന്ന പദത്തിന് ജെന്റിൽ, മീക്ക് എന്നീ 2 പദങ്ങളാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിനീതനായ, ശാന്തനായ, ഇണങ്ങുന്ന, സാധുവായ, കുലീനനായ എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഈ പദങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രൻ എന്നതും ആത്മാവിൽ ദുഃഖിതൻ എന്നതും ഒരുവന്റെ ആന്തരിക മനോഭാവമായിരിക്കുമ്പോൾ, ആ മനോഭാവത്തോടുകൂടെ കർത്താവിനെ അനുഗമിക്കുന്ന ഒരുവനിൽ ആന്തരികമായി വളർന്നു വരുന്നതും അവന്റെ ജീവിതത്തിൽ പ്രകടമാകുന്നതുമായ ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് സൗമ്യത. സൗമ്യരായിരുന്നു എന്ന് ദൈവവചനം പറയുന്ന 2 പേരെ വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്നത് സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 40 വർഷം ദൈവഹിത പ്രകാരം മോശ ഇസ്രയേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തി. ദൈവകോപം ജ്വലിക്കത്തക്ക നിലയിൽ ആ ജനം മോശയ്ക്കെതിരായി പൊരുതിർത്തു. അവനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കി. അവന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തു. ഈ സമയങ്ങളിലൊന്നും മോശ അവർക്കെതിരായി കോപിച്ചതായി കാണുന്നില്ല. അപ്പോഴെല്ലാം ദൈവകോപം അവരുടെ മേൽ വീഴാതിരിപ്പാൻ മോശ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നതായാണ് കാണുന്നത്. യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് ആ സമയങ്ങളിൽ ദൈവം അനുദപിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതനും യേശുവിനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കി. അവർ കർത്താവിനെതിരായി കുറ്റാപരോപണം നടത്തി. അവനെ റോമൻ ഭരണാധികാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവനെ പരിഹസിച്ചു, ക്രൂരമായി മർദ്ദിച്ചു, അവന്റെ വസ്ത്രമഴിച്ചെടുത്തു, അവനെ ക്രൂശിച്ചു. ഈ സമയങ്ങളിലൊന്നും കർത്താവ് അവർക്കെതിരായി സംസാരിച്ചതായി കാണുന്നില്ല. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതേയുള്ളൂ. മറ്റുള്ളവർ തങ്ങളെ പരിഹസിച്ചിട്ടും ശകാരിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും ഇവർ 2 പേരും ക്ഷമയോടും ദയയോടും ശാന്തതയോടും സൗമ്യതയോടും അവരോട് ഇടപെടുകയാണ് ചെയ്തത്. എന്നാൽ ദൈവത്തിനും ദൈവവചനത്തിനും എതിരായി ഇസ്രയേൽ ജനം പ്രവർത്തിച്ച സമയങ്ങളിലെല്ലാം ഇവർ ഇരുവരും ഉരുക്കുപോലെ കർക്കശക്കാരായിരുന്നു എന്ന് അവരുടെ പ്രവൃത്തികൾ തെളിയിക്കുന്നു. ആ സമയം അവരോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തതായി കാണുന്നില്ല. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള പാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് അപ്പോസ്തലനായ പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനത്തിനും ദൈവസഭയ്ക്കുമെതിരായി ഒരുവൻ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ശാന്തനായി, വിനീതനായി, സാധുവായി നോക്കി നിന്നുകൊള്ളണം. അവനെതിരെ പ്രതികരിക്കരുതെന്ന് സൗമ്യത എന്ന ഭാവം അർത്ഥമാക്കുന്നില്ല. സൗമ്യതയുള്ള ഒരുവൻ തെറ്റിനെതിരെ എങ്ങനെ പ്രതികരിക്കൂ എന്നത് ആ സാഹചര്യത്തിനുള്ളിൽ ദൈവഹിതം എന്തെന്നുള്ള അവന്റെ തിരിച്ചറിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവന്റെ ഹൃദയം പൂർണ്ണമായും ദൈവഹിതത്തിന് അനുസരണമായാണ് പ്രവർത്തിക്കുന്നത്. അവന്റെ സുഖമോ ദുഃഖമോ പ്രശസ്തിയോ നേട്ടങ്ങളോ അഭിമാനമോ അപമാനമോ ഒന്നും അവന്റെ പ്രവർത്തന ലക്ഷ്യമല്ല. അവൻ ദൈവത്തിനു വേണ്ടി തിന്മയ്ക്കെതിരായി അചഞ്ചലമായി നിലനിൽക്കുന്നു. ദൈവവചനത്തിനും ദൈവത്തിനും വേണ്ടി അചഞ്ചലമായി ഇപ്രകാരം നിൽക്കുന്ന സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും.